വെൽക്കം ടു ഓട്ട്കെഡ ദ ഓട്ട് കാച്ചി ടോക്സ്. കഴിഞ്ഞ ആഴ്ച, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ, ഞാൻ നോവേറ്റഡ് ലീസിൽ എങ്ങനെ കാറ് വാങ്ങാം, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ നോവേറ്റഡ് ലീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ നോവേറ്റഡ് ലീസിൽ 3 പാർട്ടി ഉണ്ട്. വേറെ ഒന്നുമല്ല, എംപ്ലോയർ, എംപ്ലോയി, പിന്നെ കാർ ലീസിങ് കമ്പനി. ഈ 3 പാർട്ടി തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുമ്പത്തെ വീഡിയോയിലുണ്ട്, അതൊന്ന് കാണാം ഇത് കാണുന്നതിന് മുമ്പ്. പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഈ നോവേറ്റഡ് ലീസിൻ്റെ റീപേയ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യല, റീപേയ്മെൻറ്റ്സ് സോഴ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് റീപേയ്മെൻറ്റിനുള്ള പൈസ കമ്പനി കണ്ടെത്തുന്നത്. അതായത് നിങ്ങളുടെ എംപ്ലോയറാണ്, നിങ്ങളുടെ കമ്പനിയാണ് ലീസ് പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. ആ കമ്പനി എവിടെ നിന്നാണ് ഈ ലീസ് പേയ്മെൻറ്റ് എടുത്ത് അടയ്ക്കുന്നത്, അതിൻ്റെ ഡിവിഷൻസ് എങ്ങനെയാണെന്നാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇലക്ട്രിക് കാർസ് വാങ്ങുമ്പോൾ, ഈ നോവേറ്റഡ് ലീസിൽ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഗുണങ്ങളുണ്ടോ സാധാരണ കാർ വാങ്ങണതിലും എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്വിക്ക് റീക്യാപ്പ് പോലെ, ഈ നോവേറ്റഡ് ലീസിൽ 3 പാർട്ടി, നിങ്ങളുടെ എംപ്ലോയർ, നിങ്ങളുടെ ഫൈനാൻഷ്യർ, ഈ 3 പാർട്ടി തമ്മിലുള്ളതാണ് നോവേറ്റഡ് ലീസ്. അപ്പോൾ ഇതിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയാണ് ഈ റീപേയ്മെൻറ്റ് 5 വർഷം, 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള നിങ്ങളുടെ കോൺട്രാക്റ്റ് അനുസരിച്ച് അടയ്ക്കുന്നത്. അപ്പോൾ ഈ റീപേയ്മെൻറ്റിന് കമ്പനിക്ക് എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് എടുക്കുകയാണ്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഈ റീപേയ്മെൻറ്റ്, അതായത് ഈ കാറിൻ്റെ പൈസ കുറച്ചിട്ട് ആണ് നിങ്ങൾക്ക് ശമ്പളം തരണേ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. എന്നാൽ ഇത് എല്ലാ സിറ്റുവേഷനിലും ഇത് വർക്കാവില്ല. കാരണം വേറെ ഒന്നുമല്ല, ഒരു കമ്പനിക്ക് ഈ തരണ ബെനിഫിറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. അപ്പോൾ ഈ കമ്പനിക്ക് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് ടാക്സ് അടയ്ക്കണം. അതായത് പൈസ അല്ലാണ്ട് തരുന്ന ബെനിഫിറ്റ്സ്. അപ്പോൾ ഇവിടെ പൈസ ഇല്ലാണ്ട് വരെ നമുക്ക് ആ പൈസയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു കാറാണ് തരണേ. അപ്പോൾ ആ കാറ് ഫ്രിഞ്ച് ബെനിഫിറ്റാണ്. അതിന് കമ്പനി ടാക്സ് അടയ്ക്കണം ഗവൺമെൻറ്റിക്ക്. അപ്പോൾ അത് കമ്പനിക്ക് നഷ്ടമില്ലാവാണ്ടിരിക്കാൻ കമ്പനിക്ക് അതിന് പല കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ സാധാരണ സ്ഥിതിക്ക് കമ്പനി തീരുമാനിച്ചിട്ടുണ്ടാവും, ഒരു എംപ്ലോയിക്ക് ഏകദേശം ഒരു $40,000 ഫ്രിഞ്ച് ബെനിഫിറ്റായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് $40,000 കൊടുക്കുന്നതിന് പകരം അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കാറ് കൊടുക്കാം എന്നുള്ളൊരു കമ്പനി അവരുടെ ബഡ്ജറ്റിലുണ്ടെന്നായിരിക്കും. അപ്പോൾ ആ 40,000-നുള്ളിലുള്ള കാറാണെങ്കിൽ, എക്സാമ്പിളാണ്, ആ 40,000-നുള്ളിലുള്ള കാറാണെങ്കിൽ കമ്പനിക്ക് അത് കുറച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങളുടെ ടാക്സ് കൊടുക്കാണ്ട് അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിൻ്റെ ടാക്സ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതാണ് അതിലത്തെ ലാഭം. അത് മുമ്പത്തെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ നിങ്ങൾ വാങ്ങാൻ പോകുന്ന കാറ് 40,000-ന് പകരം 80,000 രൂപയുടെ കാറാണെങ്കിൽ 40,000 വരെയാണ് കമ്പനിക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി 40,000 നമ്മൾ കൊടുക്കണം റീപേയ്മെൻറ്റിന്. അപ്പോൾ അതിന് വേണ്ടി വേറൊരു കോൺട്രാക്റ്റും കൂടിയും ഈ കോൺട്രാക്റ്റിൽ വരും. അപ്പോൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് കമ്പനി ഈ 40,000-ന് അടയ്ക്കാം. ബാക്കി 40,000 നമ്മൾ അപ്ഫ്രണ്ട് കാശായിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഇത് ചെയ്യാം. അല്ലെങ്കിൽ വേറെ നോർമലായിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയി കോൺട്രിബ്യൂഷനും കൂടി ആഡ് ചെയ്യും. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കമ്പനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുറച്ച് പൈസ നമ്മുടെ ഇൻകത്തിൽ നിന്ന് എടുക്കും ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പ്. ബാക്കിയുള്ളത് ടാക്സ് അടച്ച ഇൻകത്തിൽ നിന്ന് നമ്മൾ എംപ്ലോയർക്ക് വീണ്ടും കൊടുക്കും. അത് വെച്ചിട്ട് എംപ്ലോയർ നേരെ ലീസിങ് കമ്പനിക്ക് റീപേയ്മെൻറ്റ് അടയ്ക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് കമ്പനി തരാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അവർ നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ അതിൻ്റെ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരില്ല. പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട്
നമ്മൾ കമ്പനിക്ക് തിരിച്ചു കൊടുക്കും. എന്തിന്? റീപേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ലീസ് കമ്പനിക്ക്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40,000 രൂപയുടെ കാറിന് പകരം നമുക്ക് 80,000 രൂപയുടെ കാറ് വാങ്ങാം. പക്ഷേ ഈ 40,000 രൂപ വരെ കമ്പനി നോക്കിക്കോളും. ബാക്കി 40,000 രൂപയുടെ കാര്യം നമ്മൾ നോക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി എങ്ങനെ ഇലക്ട്രിക് വെഹിക്കിൾസ് നൊവേറ്റഡ് ലീസിൽ എടുക്കാം, അതിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾസ് എടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന പ്രത്യേക ഗുണങ്ങൾ എന്താണ് നൊവേറ്റഡ് ലീസിൽ എടുക്കുമ്പോൾ, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനൊന്നും കൂടി പറയാണ്. ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഞാൻ സാധാരണ പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫുൾ അതോറിറ്റിയിൽ വേണമെങ്കിൽ നിങ്ങളുടെ ടാക്സ് ഏജൻറ്റോ അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ നൊവേറ്റഡ് ലീസ് ചെയ്തു തരുന്ന ഓർഗനൈസേഷനോ നിങ്ങളുടെ കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്ത എല്ലാ അപ് ടു ഡേറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ ഒരു റഫ് ഐഡിയ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഇലക്ട്രിക് വെഹിക്കിൾ എങ്ങനെ എടുക്കാം നൊവേറ്റഡ് ലീസിൽ എന്നാണ് കാണാം. ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ ഫുൾ ഇലക്ട്രിക് വെഹിക്കിളും ഉണ്ട്, പിന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളും ഉണ്ട്. അപ്പോൾ ഇതും രണ്ടുമാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് FBT ഫ്രീ ആക്കി വെച്ചാണ്. FBT എന്ന് വെച്ചാൽ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് കമ്പനികൾ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞത് ഈ 2 വെഹിക്കിൾസിന് മാത്രമാണ്. എന്നാൽ ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ആ കാലാവധി, അതായത് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് അടയ്ക്കേണ്ടാത്ത കാലാവധി ഈ ഏപ്രിൽ 1, 2025 ഏപ്രിൽ 1 വരെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിന് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് അടയ്ക്കേണ്ട കമ്പനികൾ, അതായത് അതിന് FBT എക്സംഷൻ ഉണ്ട്. അതിനുശേഷം അതിൻ്റെ എക്സംഷൻ പോവും. അതിനുശേഷം ഈ വണ്ടികൾക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ് കുറയും. എന്നാൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 1, 2022 മുതൽ ഉള്ള ഇലക്ട്രിക് വെഹിക്കിളുകളും അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളുകളും മാത്രമാണ്, അവിടെ തൊട്ടാണ് ഇവർ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പുള്ള ഭാഗം വരെ നമ്മൾ ടാക്സ് അടയ്ക്കണമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം ചെയ്യേണ്ട. ഒരുവിധം എല്ലാ കാറുകളും അതിന് ശേഷമാണ് വന്നതും ഒരുവിധം ആൾക്കാർ അതിന് ശേഷമാണ് ഈ കാറുകൾ വാങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വാങ്ങിച്ച കാറുകളും അല്ലെങ്കിൽ അതിന് ശേഷം തൊട്ടാണ് ഈ FBT കാൽക്കുലേഷൻ എക്സംഷൻ കിട്ടുള്ളൂ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലഗ് ഇൻ കാറുകളുടെ കാര്യം ഈ 1 ഏപ്രിൽ 2025 വരെ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സംഷൻ കിട്ടും. അതിന് ശേഷം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ എക്സംഷൻ കിട്ടില്ല. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യം അത് ഇനി റിവ്യൂ ചെയ്യുള്ളൂ. ഇതുവരെ അതിനൊരു എൻഡ് ഡേറ്റ് കൊടുത്തിട്ടില്ല. ഗവൺമെൻറ് അതിൻ്റെ ലോ എമിഷൻ കാറുകളും സീറോ എമിഷൻ കാറുകളും പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ FBT എക്സംഷൻ കൊടുത്താണ് ഈ നൊവേറ്റഡ് ലീസിൽ കാറ് വാങ്ങുമ്പോൾ. മറ്റ് സാധാരണ ലോണിൽ വാങ്ങുമ്പോൾ ആ എക്സംഷൻ ഇല്ല. ഓൺലി നൊവേറ്റഡ് ലീസിൽ കാറ് വാങ്ങുമ്പോൾ മാത്രമാണ് ഈ എക്സംഷൻ. അതും കമ്പനി വേണം പേയ്മെൻ്റ് അടയ്ക്കാൻ ഫോർ എന്തിന്? പേഴ്സണൽ യൂസ്. അല്ലാണ്ട് കമ്പനി ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയല്ല, പേഴ്സണൽ യൂസിന് വേണ്ടി കമ്പനി കാറ് എടുക്കുമ്പോഴാണ് ഈ FBT കിട്ടുക. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് അവർ ചെയ്യുമ്പോൾ ഒരു ഇതെല്ലാവരും നമ്മൾ കമ്പനി ത്രൂ എടുക്കുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FBT എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്ന കാറ് ലക്ഷറി കാറിൻ്റെ ത്രഷോൾഡ്, അതായത് ലക്ഷറി കാറിൻ്റെ ത്രഷോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91,387 ഓസ്ട്രേലിയൻ ഡോളറാണ്. അതിന് താഴെയുള്ള കാറുകൾക്ക് മാത്രമേ ഈ FBT എക്സംഷൻ കിട്ടുള്ളൂ. അതിന് മുകളിലുള്ള കാറുകൾ ലക്ഷറി കാറുകളാക്കി കണക്കാക്കി അതിന് FBT എക്സംഷൻ കിട്ടില്ല. അപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എപ്പോഴും മറിഞ്ഞുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ അതിൻ്റെ അതോറിറ്റികളായിട്ട് സംസാരിച്ച് വ്യക്തത വരുത്തണം. അപ്പോൾ ഈ
ലക്ഷറി കാർ ത്രഷോൾഡിന് താഴെയുള്ള കാറുകൾക്കൊക്കെ ഇലക്ട്രിക് കാറുകൾക്ക് FBT എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഈ FBT എക്സംഷൻ എങ്ങനെ നമുക്ക് ബെനിഫിറ്റ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കാർ വാങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൈസ ബിഫോർ ടാക്സും കുറച്ച് പൈസ ആഫ്റ്റർ ടാക്സ് എടുക്കും. ആഫ്റ്റർ ടാക്സിന് നമ്മൾ വലിയ ടാക്സ് അടച്ചിട്ടാണ് ആ പൈസ എടുക്കണത്. ബിഫോർ ടാക്സിന് ടാക്സ് അടയ്ക്കാത്ത പൈസ എടുത്തിട്ട് ആണ് നമ്മൾ വാങ്ങുന്നത്. എന്നാൽ ഈ ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അതായത് ഈ കാർ മൊത്തം എവിടെ നിന്ന് എടുക്കണേ? ടാക്സ് പേ ചെയ്യുന്നതിന് മുമ്പാണ് എടുക്കണേ. അപ്പോൾ അതിൻ്റെ ഫുൾ പൈസയും ടാക്സ് പേ ചെയ്തതിന് മുമ്പായി എടുത്തത് കൊണ്ട് നമുക്ക് ഫുൾ ബെനിഫിറ്റാണ്. എന്നാൽ ബാക്കിയുള്ള കാറുകളുടെ കുറച്ച് മുമ്പ് എടുക്കും, ബാക്കി ടാക്സ് പേ ചെയ്ത എമൗണ്ടിൽ നിന്ന് എടുക്കും. അതാണ് ഇതിൻ്റെ മെയിൻ വ്യത്യാസം. അപ്പോൾ നിങ്ങളുടെ കാറ് വാങ്ങാൻ മുമ്പ് ഒരു ലക്ഷറി കാറും അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു 10-20,000 രൂപ വരെ ചിലപ്പോൾ ലാഭം കിട്ടാം. നിങ്ങൾ കാറ് വാങ്ങുന്നതിൻ്റെ വില അനുസരിച്ച് 10-20-24 വരെ കിട്ടാം. അതായത് ഒരു 90,000-ൻ്റെ ഒരു ലക്ഷറി ഒരു സാധാ വണ്ടി അതായത് ഒരു പെട്രോൾ കാറും അല്ലെങ്കിൽ ഒരു 90,000-ൻ്റെ ഇലക്ട്രിക് കാറ് വാങ്ങുമ്പോഴും ഉള്ള വ്യത്യാസമാണ് ഈ ഒരു 20,000 രൂപയുടെ വ്യത്യാസം വരെ വരാം. അത് ഓരോ കാറിനനുസരിച്ചും മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പുറകിലത്തെ മെയിൻ കാര്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും ദാൻ പെട്രോൾ ഓർ ഡീസൽ കാറുകളെക്കാളും. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ നോവൈറ്റഡ് ലീസിൽ കാർ വാങ്ങാൻ പോകുമ്പോൾ ഇലക്ട്രിക് കാർ വേണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ നല്ല ലാഭമുണ്ട്. എന്നാണ് ഈ FBT എക്സംഷൻ എടുത്ത് മാറ്റാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2025 കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തീരുമാനിക്കാം, കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തീരുമാനിക്കാം ഇത് പതുക്കെ എടുത്ത് കളയാം. അപ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ ടാക്സ് കൂടുതലും പൈസ കൂടുതലും നമ്മുടെ നിന്ന് ചിലവാകും. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ചിന്തകൾ ബേസ്ഡായിട്ട് നിങ്ങൾ കാറ് വാങ്ങുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ഓഡ് ക്യാച്ച് ടോക്ക്.